ഹായ്, ഗുഡ് മോർണിംഗ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞ യുദ്ധം നമ്മളുടെ ഡെയിലി ലൈഫിനെ എങ്ങനെ ബാധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് രണ്ട് പേര് എനിക്ക് ബാക്ക് എൻഡിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്, അഗ്രോ ഇൻഡസ്ട്രീസിന് ഇതെങ്ങനെ ബാധിക്കുന്നു. നമ്മൾക്ക് ഒരു വൺ ഗോൾഡൻ തമ്പ് റൂൾ വെച്ചിട്ട് നമ്മൾക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ വളരെ പാടാണ്. ഒരു ഉദാഹരണത്തിന് 30 ദിവസത്തിലധികം യുദ്ധം നീണ്ടു നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തെല്ലാം സംഭവിക്കുന്നു നമുക്ക് നോക്കാം. അഗ്രികൾച്ചറൽ പ്രോഡക്റ്റിന് പെട്ടെന്ന് നശിക്കുന്നത് പെരിഷബിൾ എന്ന് പറയും ഇംഗ്ലീഷിൽ. പെരിഷബിൾ ആൻഡ് നോൺ പെരിഷബിൾ ഗുഡ്സ്. നോൺ പെരിഷബിൾ ഗുഡ്സിന് ഇമ്മീഡിയറ്റ് ആയിട്ട് യുദ്ധത്തിൻ്റെ പ്രൈസ് ബാധിക്കില്ല. അതായത് ഉദാഹരണത്തിന് ഞാനൊരു എക്സ്പോർട്ടറാണെന്ന് വിചാരിക്കുക. എനിക്ക് നോൺ പെരിഷബിൾ ഗുഡ്സ് ആയിട്ട് എഡിബിൾ ഓയിൽ എൻ്റെ ഓർഡർ വന്നു, ഓർഡർ ക്യാൻസലായി. അപ്പോൾ യുദ്ധം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എക്സ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറയുന്നു. ഞാൻ അതിൻ്റെ വെയർ ഹൗസിൽ വയ്ക്കുന്നു. അപ്പോൾ ഈ ഒരു ക്ഷമ എനിക്കുണ്ടെങ്കിൽ വലിയ വ്യത്യാസം വരുന്നില്ല. നോൺ പെരിഷബിൾ ഗുഡ്സിൻ്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതധികം പുറത്ത് വയ്ക്കാൻ പറ്റും. ഇപ്പോൾ തക്കാളി ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും അധികം വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പെട്ടെന്ന് തന്നെ നശിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സ്പോർട്ട് ഓർഡർ ക്യാൻസലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-60 ദിവസത്തിനുള്ളിൽ ഒരു നശിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാനിത് വിറ്റൊഴിവാക്കാൻ നോക്കും. വിറ്റൊഴിവാക്കാൻ നോക്കുമ്പോൾ ഈ എക്സ്പോർട്ട് ഓർഡറിൻ്റെ എല്ലാ പ്രോഡക്റ്റും കോമൺ മാർക്കറ്റിൽ വരും. ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റും സെക്കൻഡ് ക്വാളിറ്റി പ്രോഡക്റ്റും, എക്സ്പോർട്ട് പ്രോഡക്റ്റും നോൺ എക്സ്പോർട്ട് പ്രോഡക്റ്റും മാർക്കറ്റിലുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒന്നുകിലും സെക്കൻഡ് ക്വാളിറ്റി പ്രോഡക്റ്റിൻ്റെ പ്രൈസിനേക്കാളും താഴെയോ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടോ ആയിരിക്കും എക്സ്പോർട്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് വിൽക്കാൻ പോകുന്നത്. അപ്പോൾ മാർക്കറ്റിൽ പ്രൊഡക്ഷൻ കൂടി, പ്രൊഡക്റ്റുകൾ കൂടുതൽ വന്നു. സ്വാഭാവികമായിട്ട് സപ്ലൈ കൂടുമ്പോൾ പ്രൈസ് കുറയും. പ്രൈസ് കുറയുമ്പോൾ അത് ഡെയിലി ലൈഫിൽ നല്ലതായിട്ട് ഇമ്മീഡിയറ്റ് ലൈഫിൽ ബാധിക്കും. പക്ഷേ ഫ്യൂച്ചറിൽ ആഫ്റ്റർ 30 ഡേയ്സിൽ ഇങ്ങനെയുള്ള ഒരു 60 ദിവസം മുതൽ 90 ദിവസത്തിനുള്ളായിരിക്കും ഇതിൻ്റെ പ്രൊഡക്ഷൻസ് അധികം ഉണ്ടാവുക. അപ്പോൾ ഫ്യൂച്ചറിൽ അഗ്രികൾച്ചറൽ കോസ്റ്റ് കൂടുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പതിയെ ഈ ജനറൽ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ നോൺ പെരിഷബിൾ ആയിട്ടുള്ള ഗുഡ്സിനും വില കൂടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നോൺ പെരിഷബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടം വരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെയർ ഹൗസിൽ വെച്ചു, എക്സ്പോർട്ടായി പോകുന്നില്ല. വീണ്ടും 30 ദിവസത്തിന് ശേഷവും യുദ്ധം നീണ്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ടായി പോകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ വരും. അത് വില കുറയാൻ ചാൻസ് ഉണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അരി പോലുള്ള കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 30 ദിവസത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുകയാണെങ്കിൽ ഒരു 90 ദിവസത്തിനൊക്കെ മേലെ ഈ യുദ്ധം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ പ്രൈസിനാണ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഇമ്പാക്റ്റ് ചെയ്യുക. അത് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യും. പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുക, ലാഭം കുറവ് എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായിട്ടും കർഷകർ ഒരു ഘട്ടം വരെ കോസ്റ്റ്ലി ആയിട്ടുള്ള അഗ്രികൾച്ചറിൽ നിന്ന് അവർ വിട്ടു നിൽക്കും. അല്ലെങ്കിൽ ഒരു മാസ് പ്രൊഡക്ഷനിലേക്ക് അവർ തുനിയില്ല. നമ്മളുടെ ഈ 1.5 ബില്യൺ 1.3 ബില്യൺ എങ്ങാണ്ടാണ് തോന്നുന്നു ഇന്ത്യൻ പോപ്പുലേഷൻ. അതിനുള്ളിലുള്ള ആളുകൾക്ക് മാത്രം വിൽക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എല്ലാവരും നിൽക്കും. അപ്പോൾ ഭാവിയിൽ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്കൊരാൾക്കും ഒന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇതൊക്കെ ആയിരിക്കും സംഭവിക്കാമെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. യുദ്ധം നീണ്ടു നിൽക്കാതിരിക്കട്ടെ, യുദ്ധം എത്രയും പെട്ടെന്ന് നിൽക്കട്ടെ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അധികവും കയറ്റി അയക്കുന്ന രാജ്യങ്ങളിലേക്കാണ് ഈ ട്രേഡ് റൂട്ട് അധികം ബാധിക്കുന്നത്. മറ്റ് രാജ്യങ്ങളായിട്ടുള്ള യുദ്ധം ബാധിക്കാത്ത രാജ്യങ്ങളായിട്ടുള്ള വിയറ്റ്നാം, കംബോഡിയ, തായ്ലാൻഡ്, ഇന്തോനേഷ്യ, ഇവരൊക്കെ നമ്മളുടെ അഗ്രികൾച്ചറൽ സെക്ടറിൽ കോമ്പറ്റീറ്ററാണ്. അവിടെ നമ്മൾ കൊണ്ടുപോയി വിൽക്കാൻ കഴിയില്ല. ആകെ ഒരേ ഒരു മാർക്കറ്റുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡാണ്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡിലാണെങ്കിൽ ഇമ്പോർട്ട് റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പുതിയൊരു മാർക്കറ്റ് കണ്ടുകിട്ടാൻ പ്രയാസമാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.